ആറന്മുളയിൽ 57 വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. ആറന്മുള സർക്കാർ VHSSലേക്ക് രാവിലെ എത്തിയ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. ഇന്നലെയാണ് പഞ്ചായത്തിന്റെ നോട്ടീസ് സ്കൂൾ അധികൃതർക്ക് കിട്ടിയത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർശനമായ നടപടി. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, അധ്യയനം മുടങ്ങുന്ന സാഹചര്യമാണല്ലോ ആ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ എത്തിയ കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂളിലെ ഫിറ്റ്നസ് നിഷേധിക്കാനുള്ള കാരണം എന്താണ്? അപകടകരമായ അന്തരീക്ഷം ആ സ്കൂളിലുണ്ടോ? ഗവൺമെൻറ് വൊക്കേഷണൽ ഹൈസ്കൂളിൻ്റെ പരിസരത്ത് 3 വലിയ ബിൽഡിങ്ങുകളാണുള്ളത്. ഇതാണ് ആദ്യ പണികഴിപ്പിച്ച ബിൽഡിങ്. 57 വർഷമാണ് പഴക്കമുള്ളത്. HMൻ്റെ റൂം, ഓഫീസ് മുറി, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ് അടക്കം 2 നിലകളിലായി 8 മുറികളുണ്ട്. ഇത് അടക്കമുള്ള ബിൽഡിങ്ങിനാണ് ഫിറ്റ്നസ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പഞ്ചായത്ത് AE ഇവിടെ എത്തി പരിശോധന നടത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിട്ടുള്ളത്. HM ഇരിക്കുന്ന മുറിയുടെ സീലിംഗിൽ അടക്കം പ്രശ്നങ്ങളുണ്ട്. കോൺക്രീറ്റിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു വീണതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് രാവിലെ എത്തിയതോടുകൂടിയാണ് കുട്ടികൾക്ക് പ്രവേശിപ്പിക്കാൻ ഈ ബിൽഡിങ്ങിൽ കുട്ടികളെ പ്രവേശിപ്പിച്ച് ക്ലാസ് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. തുടർന്ന് കുട്ടികൾ ആദ്യഘട്ടത്തിൽ പുറത്തു നിൽക്കുകയും പിന്നീട് ഓഡിറ്റോറിയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഹാളിലേക്ക് ക്ലാസ് മുറികൾ താൽക്കാലികമായി അറേഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒരു ക്ലാസ് പ്രവർത്തിക്കേണ്ട ഇടത്ത് ഒന്നിലധികം ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഹയർ സെക്കൻഡറിയുടെ 2 ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകൾ, 2ാം ക്ലാസ് എന്നിങ്ങനെ അടുത്തായി കുട്ടികൾ ഇരുന്ന് അധ്യാപകരും കുട്ടികളും ഒക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ടോടുകൂടി പഠിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ക്ലാസ് മുറിയുടെ തന്നെ മുകളിലത്തെ നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് സജ്ജമായെങ്കിൽ മാത്രമേ താൽക്കാലികമായെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ. നമുക്ക് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ പല ക്ലാസ്സിലെ കുട്ടികളെ ഒന്നിച്ച് ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. വളരെ തിങ്ങി ഞെരുങ്ങി ഒരു ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചിലയിടത്ത് പരീക്ഷകൾ നടക്കുകയാണെന്ന് തോന്നുന്നു. കുട്ടികളും അധ്യാപകരും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രീ പ്രൈമറി ക്ലാസ് റൂം മറ്റൊരു കോണിലൂടെയുണ്ട്. ടീച്ചറെ, അപ്രതീക്ഷിതമായ ഒരു പ്രശ്നമായിരുന്നല്ലേ? അതെ അതെ, നമ്മളിന്ന് രാവിലെ വന്നപ്പോഴാണ് ഇത് അറിയുന്നത്. അല്ല, നമുക്ക് ഇന്നലെ വൈകിട്ട് നോട്ടീസ് കിട്ടിയതാണ്. ടീച്ചറെ, എന്ത് പറയുന്നത്? ഇപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും നമ്മൾ? അത് തന്നെ തീരുമാനങ്ങൾക്കായിട്ട് ജില്ലാ പഞ്ചായത്തിൽ സമീപിക്കാൻ പോയിട്ടുണ്ട്. അത്ര മാത്രമേ പറയാൻ സാധിക്കൂ. ഞങ്ങൾക്കും അറിഞ്ഞില്ല. ക്ലാസ് പോകണ്ട, എങ്ങനെയും മാനേജ് ചെയ്യണം. കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ക്ലാസ് മുറി പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഒന്നിലധികം ക്ലാസ് മുറികൾ പ്രവർത്തിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. തീർച്ചയായിട്ടും അതിന് നടപടികളുണ്ടാവും എന്നാണ് ശുഭാപ്തി വിശ്വാസത്തോടെ വിശ്വസിക്കുന്നത്. മുകളിലെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാറായിട്ടുണ്ടോ? അല്പം കൂടെ ഉണ്ട്, പൂർത്തിയാവാനുണ്ട്. എന്ത് പറയുന്നു? മേളത്തെ റൂം പണിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാന്നേ ഉള്ളൂ. അറിഞ്ഞില്ല, രാവിലെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. അത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാരൊക്കെ മൊത്തം സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ, ഭയങ്കര ചിരി. ഓ ഇല്ല, എന്ത് പറയുന്നു? ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഇല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നു. ഇരിക്കാനൊന്നും സൗകര്യമില്ല, എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റണമെന്നൊരു. രതീഷ്, ഇതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് തന്നെയാണ് അവസ്ഥ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മറ്റൊരു ബിൽഡിംഗ് കൂടി പണിയുന്നതിനാവശ്യമായ 2ാം നില പണിയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തേപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗം പൂർത്തീകരിച്ചാൽ താൽക്കാലികമായെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് സ്കൂളിൽ. പല ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ ഒരുമിച്ച് ഇരിക്കേണ്ടി വരുന്ന, പല അധ്യാപകർക്ക് ഒരേ സമയം പല ക്ലാസ്സുകളിലെ കുട്ടികളെ മാനേജ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനിയൊരു PTA ഭാരവാഹിയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. എപ്പോഴത്തേക്ക് പണി പൂർത്തിയാകും, എപ്പോഴ് കുട്ടികൾക്ക് സാധാരണ നിലയിൽ ക്ലാസ് എടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടോ എന്ന് നോക്കാം. ഇന്നലെ വൈകിട്ട് നമ്മുടെ ആറന്മുള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇവിടെ വന്നു. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന
പിന്നെ VHSE ലാബ് ഉൾപ്പെടെയുള്ളത് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്ന് ഏകദേശം ഇപ്പോൾ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരിയും പറഞ്ഞാൽ അത്രയും കുട്ടികളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോളിനുള്ളിൽ മുഴുവൻ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 19 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അതോടൊപ്പം ഈ 10ാം ക്ലാസ്സിലും +2-നും 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 15 വർഷമായിട്ട് 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. അതും പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. അത്രയും നല്ല പാരമ്പര്യമായിട്ട് പോകുന്ന ഒരു സ്കൂളിനെയാണ് പെട്ടെന്ന് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നതും അതോടൊപ്പം ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതാവുന്ന ഒരു നടപടിയാണ്, ഒരു മുന്നറിയിപ്പില്ലാതെ ഇപ്പോൾ ചെയ്തു വയ്ക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പം രക്ഷകർത്താക്കളും PTA കമ്മിറ്റി എല്ലാം കൂടെ കിടന്ന് ഇപ്പോൾ അവസാനം കിടന്ന് ശ്വാസം മുട്ടി ഓടുകയാണ്. ഈ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിലവിലൊരു കെട്ടിടം പണിയുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതിൽ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ്. 100 മേനി വിജയം തുടർച്ചയായി ഉണ്ടാകുന്ന സ്കൂളാണ്. അവിടെയാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്.